മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തങ്ങളെ രക്ഷപ്പെടുത്തിയ ആൾ ഒരാളാണെന്ന് കണ്ണനും മഹിയും അറിയുകയാണ്. അത് പത്രത്തിൽ നിന്നാണ് അവർ രണ്ടുപേരും മാർക്കോയുടെ ഫോട്ടോ കാണുന്നതും ഇവൻ തന്നെയാണ് നമ്മളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയതെന്നും രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കോയെ രക്ഷിക്കാൻ വേണ്ടി കണ്ണൻ പോലീസ് സ്റ്റേഷനിലെത്തുകയും അങ്ങനെ മാർക്കോനെ കേസിൽ നിന്നെല്ലാം മൂരിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കോയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിന്നെ ഈ കസ്റ്റഡിയിലാക്കിയ ആളെ നമുക്കൊന്ന് കാണണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, തീർച്ചയായും എനിക്ക് കാണണം. എന്നെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു. അപ്പോൾ അവനെ എനിക്ക് മനസ്സിലായി, അവൻ ആരാണെന്നും എന്താണെന്നൊക്കെ. അതിനുശേഷം ഞാൻ അവനെ കാണണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മാർക്കോ പറയുന്നുണ്ട്. എന്നെ രക്ഷിച്ച കണ്ണൻ സാറും മഹാലക്ഷ്മിക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും ഞാൻ എന്ത് കാര്യത്തിനും ഇനി അവരുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും മാർക്കോ പറയുന്നുണ്ട് കൂട്ടുകാരനോട്. എന്നിട്ട് പറയുന്നു, അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പെണ്ണ് കേസിൽപ്പെട്ട ഒരാളും ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവരതുപോലെ എനിക്ക് വേണ്ടി പ്രയത്നിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നെല്ലാം പറയുന്നുണ്ട് കൂട്ടുകാരനോട് മാർക്കോ. പിന്നീട് കണ്ണൻ മാർക്കോനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മാർക്കോയോട് പറയുന്നു, നിന്നെ ഈ അവസ്ഥയിലാക്കിയ ആളെ എനിക്കറിയാം, നമുക്ക് അങ്ങോട്ട് പോകാം മാർക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നു, ശരി സാർ, കണ്ണൻ സാറ് വിളിച്ചാൽ ഞാൻ ഏത് പാതാളത്തിൽ വേണമെങ്കിലും വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വാമദേവൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വാമദേവൻ ഇവരെ കാണുമ്പോൾ ആകെ അമ്പരപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മേഘനാഥനെ വിളി, എനിക്ക് അവനോടാണ് സംസാരിക്കേണ്ടതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ വരുമ്പോൾ മാർക്കോനെ കണ്ണൻ്റെ കൂടെ കാണുമ്പോഴത്തേക്കും മേഘനാഥന് ഭയങ്കരമായിട്ട് ദേഷ്യമാകുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ്റെ മുഖം വല്ലാതെ ആകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ എങ്ങനെയാണ് ഇറക്കിക്കൊണ്ട് വന്നെന്നുള്ള വിചാരമല്ലേ, നിൻ്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നു, എനിക്ക് ഇവൻ ആരാണെന്ന് കൂടി അറിയത്തില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മാർക്കോ പറയുന്നു, എന്നിട്ടാണോടോ താൻ എന്നെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വരികയും എന്നെ താൻ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതെന്നൊക്കെ പറയുന്നു. താൻ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് താനെ അന്നേരം എന്നെ കാണാനായിട്ട് അവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മേഘനാഥന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇനി മേലെ ഈ മാർക്കോയുടെ പിറകെ നിൻ്റെ കരങ്ങളുണ്ടെന്നറിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് നീ ഈ കാര്യം ഇവിടെ കൊണ്ട് നിർത്തിക്കോളം പറയുകയാണ്. പിന്നെ എൻ്റെ പെങ്ങളെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ്. പക്ഷേ അവളുടെ ആഗ്രഹം പോലെയാണ് അവളിവിടെ വന്നു കൂടിയിരിക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും അവൾക്ക് നിൻ്റെ സ്വഭാവം മനസ്സിലായിക്കോളും. അന്നേരം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നു, നീ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിക്കുന്നു. അതിപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ നിനക്കറിയാമല്ലോ നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കേണ്ട എന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഏതായാലും മാർക്കോയുടെ പിറകിലുള്ള നിൻ്റെ നടത്തം ഇതോടുകൂടി അവസാനിപ്പിക്കണം. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എനിക്കും മഹിക്കും മാർക്കോ. അതുകൊണ്ട് അവൻ്റെ പിറകെയുള്ള നടത്തം ഇനി വേണ്ട എന്ന് കണ്ണൻ പറയുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.